ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും സഹയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ രാമേശ്വരത്തെത്തി. ഇനി ഇവിടെ നിന്നൊരു റൂം, ക്ലോക്ക് റൂം ഒന്നുമില്ല, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയൊരു ടെമ്പിളിൻ്റെ അടുത്ത് ഹോട്ടൽ റൂമും ക്ലോക്ക് റൂമൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞത്. ടെമ്പിളിലേക്ക് നടക്കണം, 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. രാവിലെ തന്നെ നടക്കാം. എൻ്റെ തൊപ്പി ഇന്നലെ എവിടെയോ വീണുപോയി. ഇന്നൊരു തൊപ്പി വാങ്ങണം. ക്യാപ്പില്ലാത്തതുകൊണ്ട് മുടിയൊന്നും ശരിയായിട്ട് നിൽക്കുന്നൊന്നുമില്ല. ഇവിടെ ഈ ടൈം 2-3 കടയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, ടീ ഷോപ്പും ബാക്കി കാര്യങ്ങളൊക്കെ. ഗായ്സ്, അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടി. 100 ആദ്യം പറഞ്ഞാണ്. ഞങ്ങൾ തിരിച്ച് നടക്കാൻ വേണ്ടി പോകുമ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു 60 മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനൊരു ഹോട്ടലിൻ്റെ ടെമ്പിളിൻ്റെ അടുത്ത് ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തി. ഈ നല്ല ഹോട്ടലാണ്, അവിടെ നിന്നോളൂ, ഇവിടെ ചെറിയ റേറ്റാണ് എന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി ഞങ്ങൾ വേറെ റൂമും തപ്പി നടക്കണം. അവിടെ എന്തായാലും നമ്മൾ ആദ്യം ക്ലോക്ക് റൂം ഉണ്ടോ എന്ന് നോക്കട്ടെ. ക്ലോക്ക് റൂം ഉണ്ടെങ്കിൽ റൂം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഞങ്ങൾക്ക് ബാഗൊന്ന് വെച്ചാൽ മാത്രം മതി. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ റൂം. അതാ ദൃശ്യം, അതിനാ വേണ്ട. ഇതാണ് നമ്മളെ റൂം. പിന്നെ ഒരു കോമൺ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു 3-4 കോമൺ ബാത്റൂം ഉണ്ട്. വൃത്തിയുണ്ട് അത്യാവശ്യം. പിന്നെ ഈ റേറ്റിന് ഇതൊക്കെ ഇതൊക്കെ വലിയ കാര്യമാണ്. അത്ര 500 രൂപയാണ് പുള്ളിക്കാരൻ ഈ ഒരു റൂമിനും ഇതിനും വാഷ്റൂമിനായിട്ട് വാങ്ങി. 8 PM ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അഫോർഡബിളാണ്. ഇനി പെട്ടെന്ന് ടെമ്പിളിൽ പോകണം, ധനുഷ്കോടിയിൽ പോകണം. ഹലോ ഗൈസ്, ഞങ്ങൾ നേരത്തെ യോമാരിലൊരു ചായ കുടിച്ചു. അല്ല, കട്ടൻ കാപ്പി കുടിച്ചു. പാൽ ചായയാണ് കുടിച്ചത്. പാൽ ചായ, പാൽ ചായ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. നേരത്തെ പാല് കോണമില്ലാന്ന് വീഡിയോയിലുണ്ട്. അടിപൊളിയാണ്. നേരത്തെ പാല് കോണമില്ലാന്ന് പറഞ്ഞ വീഡിയോ അടിപൊളിയായിരുന്നു. ഞാൻ കുടിച്ചത് നല്ല ഫിൽറ്റർ കോഫിയാണ്. ഞങ്ങൾ കട്ടൻ ചായ, കട്ടൻ കാപ്പി. എനിക്കൊരു കട്ടൻ ചായ വേണമായിരുന്നു. ഞാൻ കട്ടൻ ചായ ഇവിടുന്ന് വാങ്ങി. ഇവിടെ മോർണിംഗ് 8 to 8 അന്നദാനം ഉണ്ടെന്നാണ് പറഞ്ഞേ, അറിയില്ല. അതെന്തെങ്കിലും കഴിക്കണം. ഇവിടുന്ന് ഓട്ടോക്കാരെല്ലാം 800 രൂപ എന്നാണ് പറയുന്നത് ധനുഷ്കോടിയിലേക്ക്, അപ്പ് ആൻഡ് ഡൗണ് 3 പേർക്ക്. അത് ഓക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോകണം. അതിപ്പോൾ ഇപ്പോഴേ പോകണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് തീരുമാനിച്ചില്ല. ഹിച്ച് ഹൈക്കിങ് ചെയ്യണോ ഒന്നും തീരുമാനിച്ചില്ല. ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അവർ 700 കുറച്ച് ഉടായ്പ കളിക്കേണ്ടി വന്നു. അവിടുന്ന് ആ ചേട്ടൻ 700 ഒക്കെ പറഞ്ഞെന്നുള്ള പറഞ്ഞിട്ട് കുറക്കാൻ വേണ്ടി നോക്കി. അവസാനം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 650 700 ഇപ്പം പറഞ്ഞു. നമ്മൾ 800 പറഞ്ഞു അല്ലേ, 800 ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 700 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കും? ഇവിടുന്നല്ലേ ഇന്നലെ വാങ്ങിയ പഴവും ബിസ്ക്കറ്റൊക്കെ കഴിക്കാമെന്ന് നിൽക്കും. ഇതാ അന്നദാനം ഉണ്ടായിരുന്നു അവിടെ. ഭക്ഷണം തരുന്ന ഏത് ദൈവമായാലും ഞാൻ കഴിക്കും. അപ്പം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്തുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയത് പുണ്യം. ഇത് കഴിച്ചിട്ട് ഇപ്പം തന്നെ പോകണം, അല്ലെ ഓട്ടോച്ചേട്ടൻ വേറെ ആരെങ്കിലും കൂടി പോകും. ഇതിൽ വെച്ച് വേഗം പോകണം. വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ സമയം എത്ര? 7 AM അല്ലേ? 7 AM ആകുമ്പോൾ സൗത്ത് ഗേറ്റിന്റെ അവിടുന്ന് ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ടാവും. അവിടെ പോവാ. നമ്മുടെ മടിച്ചു തന്നു, പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അവരെന്നെ വിളിച്ചിട്ട് കയ്യിൽ തന്നിട്ട്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കഴിക്കട്ടെ, എന്നിട്ട് ധനുഷ്കോടി എത്തിയിട്ട് കാണാം. ഗൈസ്, ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടുത്തെ ബ്രോ നമുക്ക് 500 നമുക്ക് റൂം വന്നിന്. ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. സീസണിന് കുറച്ച് കൂടും. സൗത്ത് ഗേറ്റിൻ്റെ മുന്നിലായിട്ടുണ്ട്. ആ അന്നദാനം എന്ന് പറഞ്ഞതും ഇതിൻ്റെ മുന്നിൽ തന്നെയാണ്. ഈ ഹോട്ടലിൽ നമ്മൾ പോകുന്നത്.
നീ പറയുന്നത് ഇത് ഇന്ത്യന്റെ അറ്റല്ല എന്നാണോ? പറയടാ, പറ, ഇത് ഇന്ത്യന്റെ അറ്റാണോ അല്ലയോ? റോലൻ പറയുന്നത് ഇന്ത്യക്കൊക്കെ 4 അറ്റയല്ലോ. ഒന്ന് കന്യാകുമാരി, ഒന്ന് കാശ്മീർ, ഒന്ന് അല്ല, ഒന്ന് മറ്റേ ഇത് നമ്മുടെ ഗുജറാത്ത്, പിന്നെ ഒന്ന് അപ്പുറത്ത് നോർത്ത് ഈസ്റ്റിന്റെ അറ്റത്തില്ല. 4 അറ്റ, ആകെ 4 അറ്റയുള്ളൂ ഇന്ത്യക്ക് എന്ന് പറയുന്നത്. ഒന്നും പറയല്ലേ? ചെയ്യും മിസ്റ്റർ റോജൻ. ഞങ്ങൾ ധനുഷ്കോടി എത്തി. ഇവിടുന്ന് ഒരു പണി കിട്ടി. പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിലും കാര്യങ്ങളും എല്ലാം നോക്കിയ സമയത്ത് എവിടെയും ഇവിടെ ബസ് ട്രാൻസ്പോർട്ടേഷനിലെ കാര്യം അറിഞ്ഞിട്ടില്ല. ഓട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ടാക്സി എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 2-3 ബസ് വരുന്നത് കണ്ടു. ഞങ്ങൾ എൻ്റെ ഓട്ടോ ചേട്ടനോട് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു കണ്ടിന്യൂ ബസ് ഓടുന്ന റൂട്ടാണ് ഇത്. എത്ര 80 രൂപ അല്ലേ? പെർ പേഴ്സൺ 80 രൂപ ഇങ്ങോട്ടേക്ക്. തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ തന്നെ ബസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വരുവാണെങ്കിൽ, ഓട്ടോന് വരുവാണെങ്കിൽ ടോട്ടൽ 700 അല്ലാവും. അപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാരാണ് വരുന്നുണ്ടെങ്കിൽ, ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടിയത്. 1600. അത് എത്ര ആളാണ് കയറുന്നത് അത്രയും ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ബസ് ഓപ്റ്റ് ചെയ്തിട്ട് വരാൻ നോക്കുക. ബസ്സിന് എത്രയാണ് 80 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റും. ധനുഷ്കോടിൻ്റെ ഐതിഹ്യവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ മെയിനായിട്ടുള്ളത്, ഇതിൻ്റെ ഒരു സൈഡ് ബംഗാൾ ഉൾക്കടലും മറ്റേ സൈഡ് അറേബ്യൻ സീയും ആണ്. ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്ന സ്ഥലമാണിത്. ആ വെള്ളത്തിൻ്റെ നിറം തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല. പക്ഷേ ആ വെള്ളത്തിൻ്റെ കളർ ഡിഫറൻസ് തന്നെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും നിങ്ങൾ വരുമ്പോൾ. അപ്പം ബസ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇതിപ്പം ഞങ്ങൾക്ക് ആ റേറ്റിന് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ½ an hour ആണ് അവർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നത്. നമ്മൾ ബസ്സിന് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് റിട്ടേൺ ബസ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് പോയാൽ മതി. ഗൈസ്, നിങ്ങൾ അവിടെ വന്ന് ഓട്ടോ രാമേശ്വരത്ത് ഓട്ടോ മറ്റോ വിളിക്കുവാണെങ്കിൽ അവർ മാക്സിമം നിങ്ങളെ ഈവനിങ് കൊണ്ടുവരാനാണ് നോക്കുക. നിങ്ങൾ പറ്റുമെങ്കിൽ മോർണിംഗ് വരിക. കാരണം മോർണിംഗ് ആണ് നല്ല വ്യൂ. ഇതൊക്കെ നിങ്ങൾ കണ്ടോ? അധികം വെയിലുമില്ല, നല്ല ക്ലിയർ സ്കൈ ആയിട്ട്. ഒന്നുമില്ല, ആൾക്കാർ കടലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതാ പുള്ളിക്കാരൻ സൈറനൊക്കെ അടിച്ച് വരുന്നുണ്ട്. ഞങ്ങളിതാ അറബിക്കടലിൽ കാല് കഴുകുന്നു. അറബിക്കടലിൽ കഴുകി നേരെ തിരിച്ച് നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ പോകാം. ഞങ്ങളങ്ങനെ ബംഗാൾ ഉൾക്കടലിലെത്തി. രണ്ടും വെള്ളം തന്നെ, വലിയ വ്യത്യാസം. പിന്നെ ബംഗാൾ ഉൾക്കടലിൽ തീയാണോ ഉണ്ടാവും? ഒന്നും പോടോ, തീയല്ലടാ. ഗൈസ്, അപ്പം നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഗോസ്റ്റ് ടൗണും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ രാമേശ്വരം. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോന് പറ്റിയ സ്ഥലം. ഒറ്റ പ്രശ്നമില്ല, ഭയങ്കര റഷാണ്. നിങ്ങൾ വീക്കെൻഡിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുത്. പരമാവധി പറ്റുമെങ്കിൽ വീക്ക് ഡേയ്സിൽ വരിക കേട്ടോ. ഇതാണ് ഓൾഡ് ധനുഷ്കോടി. ഓട്ടോചേട്ടൻ ഇവിടെ ഒരു 15 മിനിറ്റ് നമ്മളോട് എക്സ്പ്ലോർ ചെയ്തതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഫിഷ് കഴിക്കണമെന്നുണ്ടായിരുന്നു. നല്ല കടലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പിടിച്ച ഫിഷ് ഇവിടുന്ന് ഫ്രൈ ചെയ്ത് തരും. പക്ഷെ അതൊക്കെ 11 മണി കഴിഞ്ഞാലേ ഓപ്പൺ ആവുമല്ലോ. ഇപ്പം 8:30 അത്രേ. അപ്പോൾ അതെന്തായാലും ഇവിടെ നിന്നുണ്ടാവില്ല. അത് ചെന്നൈയിൽ നിന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം. ഇത് നമ്മളെ അധികം നിങ്ങൾ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ധനുഷ്കോടിയുടെ. ഇവിടെ ചുറ്റും കടലാണ്. പക്ഷെ ഇതാ ഇവിടെ നല്ല വെള്ളം കിട്ടും. ഇത് കടല് വെല്ലാണ്.
ഒന്ന് എടുത്ത് നോക്കിയാട്ടോ. എത്രയുണ്ട്? കുറച്ച് വെള്ളേ ഉള്ളൂ. തീർന്നൊന്നും പോകത്തില്ല. ഒരു ഉപ്പില്ല. നോക്കട്ടെ നമ്മളെ കടലിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ആ ഒരു വെള്ളത്തിന്റെ അത്രേ ഉള്ളൂ. ഇത്ര അടുത്തായിട്ടും ഉപ്പുരസം വളരെ കുറവാണ്. ഉപ്പുരസം ഉണ്ട്, പക്ഷെങ്കിൽ കുറവാണ്, വളരെ കുറവാണ്. അതായത് നമ്മളെ അതായത് ബീച്ചിന്റെ ആ ഒരു പക്കത്തില് സിറ്റിയിലെല്ലാം കിട്ടുന്ന പ്യൂരിഫൈഡ് ഉള്ളൂ, ഏകദേശം അതിന്റെ ആ ടേസ്റ്റേ ഉള്ളൂ. ഗൈസ്, ഇവിടെയൊക്കെ ഒരു ടെന്റ് അടിച്ച് നിൽക്കാൻ പറ്റിയ സെറ്റായിരുന്നു. അതിന് നല്ല വൈബാക്കാം. ഗൈസ്, ഇത് ഗോസ്റ്റ് ടൗണിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഇത് ഹൗസിംഗ് സെക്ഷൻ ആണെന്ന്. ഇത് ഹൗസിംഗ് സെക്ഷൻ അല്ലാണോ പറഞ്ഞേ? അല്ലേ? ആ, പോസ്റ്റ് ഓഫീസോ ഹൗസിംഗ് സെക്ഷനാണ് ഇത്. റെയിൽവേ സ്റ്റേഷൻ കാണും, അത് ദൂരെയാണ്. അത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അടുത്ത് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഹൗസിങ്ങിന്റെ സ്പേസും പോസ്റ്റ് ഓഫീസും എവിടെയാന്ന് പറഞ്ഞു. ഇതെല്ലാം റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടമാണ്. എന്തോ ആചാരത്തിന്റെ ഭാഗം മറ്റോ വളയൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. വളരെ അവിചാരിതമായിട്ട് വളരെ മികച്ച ഒരു ഫ്രെയിം കിട്ടി. ഒരു ഫിഷ് ഫ്രൈ ചിന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒരു അയില വാങ്ങി, ജസ്റ്റ് ഒരു ഫിഷ് ഫ്രൈ കഴിച്ചു നോക്കാം. ബാക്കി ഷോപ്പൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷേ അവരെല്ലാം പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലത്തും ഒരു 10, 11, 12 മണിയൊക്കെ ആവുന്ന പറഞ്ഞു. അമ്മ, ഉങ്ങളെ പേരെന്നാ? രാമലക്ഷ്മി. ഇങ്ങതാനാ രാമേശ്വരം? 64 புயல்லேருந்து இங்கே இருக்கோம். എന്താ ഫ്ലഡ് എല്ലാം എന്താ சுழலிக்காட்டெல்லாம் வரும்போது இங்கே தான் இருக்கும். 64 வந்ததே புயல் மரம், இங்கே புயல்லாம் வரல. காற்றடிச்சு மழை வரும், அவ்வளவு. ஓ, சொல்லுங்க. ஒரு பையன் 2 பொண்ணு, எல்லாரும் இங்கே தான். വാലി തന്നെ തുടക്കം. അതെ, എന്താണ് ഒരു മീൻ എങ്ങനെ തിന്നണെന്ന് പോലെ അവനറിയില്ല. ഇവനെ ആരെ പഠിപ്പിച്ച തിന്നാൻ? അവിടെ മസാലക്ക് മാത്രമല്ല കേട്ടോ, മീന് നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്നാടെല്ലാം കയ്യുന്ന് ഞാൻ കുറച്ച് എടുക്കട്ടെ. മറ്റേട്ടാ അറ്റാക്ക്. എന്താണ് റോജ? போயிட்டான். ബൈ.
കണ്ടുകൊണ്ട് എന്റെ എന്റെ മുന്നിൽ ആദർശമാണ് പോയത്. ഞങ്ങൾക്ക് 50 രൂപ നാട്ടിലെ പൈസ തന്നെ. പക്ഷെ സാധനം ഫ്രഷ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷെ ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ മസാലയുടെ ടേസ്റ്റ് പറ്റില്ല. ആ മീൻ തന്നെ എന്തോ ഒരു നല്ലൊരു ഫ്രീസറിൽ നിന്നാണ് എടുത്തത്. നല്ലൊരു ഫ്രീസറിനാണ്. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിഷിന്. നമ്മളിനി രാമേശ്വരത്തേക്ക് തിരിച്ചു പോകുന്നത് ഫുഡ് മിക്കവാറും അമ്പലം തന്നെ ആയിരിക്കണം. അവിടെ 2 മണി വരെ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ. ധനുഷ്കോടി തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും ഫോണിന്റെ ചാർജ് കുറച്ച് ലോ ആയി. ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇവിടെ നമ്മുടെ രാമനാഥ സ്വാമി ക്ഷേത്രത്തില് അന്നദാനം ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പം ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ തഞ്ചാവൂരൊക്കെ പോകുന്നത്. ഇവിടെ മണ്ഡപം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച സമയത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അത്യാവശ്യം ടൈം എടുത്തേ. പക്ഷെ സ്റ്റെക്കായിരുന്നു. പക്ഷെ എന്താ പറയാ, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് അതേപോലെ ഭയങ്കര നീറ്റ് ആയിട്ടില്ലേ രീതി. കാരണം നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ഒരു ക്യൂ ഉണ്ടെങ്കിൽ കൂടി കറക്റ്റായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നത് 4 സെക്ഷൻ ആക്കിയിട്ട് 2 സെക്ഷൻ ആളെ ഇരുത്തുന്നത്. അതും നമ്മൾ കല്യാണ പന്തിയിലൊക്കെ പോകുന്ന പോലെ നമ്മൾ പോയിട്ട് കസേരയിൽ കറക്റ്റായിട്ട് ഇരിക്കുക. അവർ പാത്രത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വിളമ്പി നല്ല എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ ഇടാം. എൻ്റെ ഫോൺ ഇവിടെ പോയി, അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ ഫോണിലെടുത്ത് നല്ല നീറ്റായിട്ട് അവർ ഓർഗനൈസ് ആയിട്ട് വിളമ്പുന്നത്. അതും നമ്മൾ രണ്ടാമത് ചോദിച്ചാലും അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു, വേണമാ സാപ്പാട് വേണമാ, അങ്ങനെ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. നല്ല പെരുമാറ്റമാണ് അവരെ. അതേപോലെ തന്നെ ഫുഡും അടിപൊളി. ഞങ്ങൾ മിനിഞ്ഞാന്ന് ട്രെയിനിൽ നിന്ന് ഉച്ചക്ക് വീട്ടിൽ നിന്ന് എടുത്ത ഫുഡ് മര്യാദക്ക് കഴിച്ചാണ്. അതിനുശേഷം എല്ലാം ഭക്ഷണം കുറച്ച് ഇന്ന് നല്ല മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചു. അത്ര രുചിയുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയും ആ ഏരിയയും ഇരുന്നിട്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക സ്പേഷ്യസ് ആയിട്ട്. ഇന്ന് കുറച്ച് അബദ്ധങ്ങൾ പറ്റി. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഇവിടെ എത്തിയപാട് യൂട്യൂബിലെല്ലാം കണ്ട പോലെ ഓട്ടോ എന്ന് പറഞ്ഞ് ബസ്സിന്റെ കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഞങ്ങൾ തിരിച്ചിട്ട് ഓട്ടോന് പോകേണ്ടി വരൂല എന്നാലും ആലോചിക്കുന്ന സമയത്താണ് ചുമ്മാ ഒരു ഡൗട്ട് എന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്കും ബസ്സുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കട്ടെ ബസ്സിന് കയറി അങ്ങനെ പോകാൻ വേണ്ടി പറ്റുമോ. രാമേശ്വരം ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ട് പോകുന്നത് 60 റുപ്പീസിന് തന്നെ ഓട്ടോ കിട്ടി. ബസ് നോക്കിയതാണ്. അപ്പോൾ ഡിഫറൻസ് ഒരു 30 രൂപ എക്സ്ട്രാ ആയിരുന്നു. ബസ് കുറേ ടൈം വെയിറ്റ് ചെയ്തു, ഒന്നും കാണുന്നില്ല. ഞങ്ങൾ നേരെ രാമേശ്വരം ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു. ഞങ്ങൾ എത്ര റേറ്റ് ബസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ കറക്റ്റ് തഞ്ചാവൂർക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. രാത്രി 11:30 എത്തുന്നു പറഞ്ഞിട്ട്. അപ്പം പുള്ളി കണ്ടക്ടർ നല്ല മനുഷ്യനായിട്ട് പുള്ളിക്കാരൻ ഉള്ളിൽ തന്നെ ബാഗെല്ലാം വെച്ചോന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബാക്ക് സീറ്റിൽ അങ്ങനെ നിവർന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോ നോക്കുന്നത്. വേറെ സ്നാക്സ് നിന്നിട്ട് എന്തോ ഇത് നോക്കാൻ വേണ്ടി സ്നാക്സ് നിന്നിട്ടുണ്ടോ. അങ്ങനെ തഞ്ചാവൂരെത്തി. തഞ്ചാവൂര് ബസ് സ്റ്റോപ്പിൽ നിന്ന് റെയിൽവേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെയിൻ എത്ര മണിക്കാന്ന് നോക്കണം. ബാക്കി പിന്നെ